அன்பின் வடிவாகவும் ஆத்மாவின் வடிவாகவும் இருக்கும் உங்கள் அனைவருக்கும் அம்மாவின் வணக்கங்கள். നിഷ്കളങ്കമായ ഈശ്വരപ്രേമത്തിൻ്റെയും ത്യാഗപൂർണമായ ദേശസ്നേഹത്തിൻ്റെയും പേരുകേട്ട എത്രയോ പേരുകേട്ട ശ്രീരത്നങ്ങളാണ് ഭാരതത്തിലുള്ളത്. ജനലക്ഷങ്ങൾക്ക് പ്രചോദനം അരുളിയ ആ പുണ്യവതികളെയും ധീരവനിതകളെയും ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിനമാണിത്. ആ ധീരവനിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്രപുനർനിർമ്മാണത്തിനും സാമൂഹ്യ പുരോഗതിക്കും തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാൻ മുന്നോട്ട് വരുന്ന സ്ത്രീശക്തിയുടെ ഒത്തുചേരലാണ് ഈ സമ്മേളനം. ഝാൻസി റാണി, അഹല്യഭായ് ഹോക്കർ, റാണി വേലു നാച്ചിയാർ, അതുപോലെ വീരമംഗൈ കുയിലി തുടങ്ങിയ രാജ്യത്തിനു വേണ്ടി ധൈര്യത്തോട് പോരാടിയ എത്രയെത്ര സ്ത്രീരത്നങ്ങളാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. അതുപോലെ മഹത്തായ കർമ്മം കൊണ്ടും ത്യാഗപൂർണമായ അനുഷ്ഠാനം കൊണ്ടും നാടിന് വെളിച്ചവും പ്രചോദനമേകിയ നിരവധി ശ്രീരത്നങ്ങളാണ് തമിഴകത്തിന് അവകാശപ്പെട്ടത്. അത് പറയുമ്പോൾ അമ്മ തമിഴകത്തെ റാണിയുടെ കാര്യമാണ് അമ്മ ഓർക്കുന്നത്. പ്രബന്ധനം ഉണ്ടായിരുന്നു, അവർ ഗർഭിണിയായ സമയത്ത് ഇന്ന സമയത്ത് പ്രസവിച്ചാൽ എല്ലാ ഗുണങ്ങളും ഒത്ത ഒരു പുത്രനായിരിക്കും, മാറിയ സമയത്താണെങ്കിൽ അതിനെതിരായൊരു പുത്രനായിരിക്കും ഉണ്ടാകുന്നത്. ഇത് റാണിയുടെ ചെവിയിൽ പറഞ്ഞു. അതിനുശേഷം അവർക്ക് പ്രസവം പ്രസവവേദനയാകാൻ തുടങ്ങിയപ്പോൾ ആ റാണി കാല് മേളിൽ കെട്ടിത്തൂക്കി കൈ രണ്ടും തറയിൽ കൂത്തി ഒരു ഘടികാരം അടുത്ത് വെച്ചുകൊണ്ട് നിന്നു. സമയം കഴിഞ്ഞപ്പോൾ പ്രവചനം ജ്യോത്സ്യം സമയം കഴിഞ്ഞപ്പോൾ റാണി പറഞ്ഞ് എന്നെ അഴിച്ചിട്ട് കട്ടിൽ കിടത്താൻ പറഞ്ഞു. അങ്ങനെ കട്ടിൽ കിടത്തി റാണി അവർ പറഞ്ഞ സമയം കഴിഞ്ഞ് പ്രസവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ റാണി മരിച്ചു. അപ്പം നമ്മുടെ ത്യാഗം, ഒരു പുത്രന് വേണ്ടി ആ ത്യാഗം അനുഭവിച്ച സംസ്കാരമാണ് നമ്മുടെ. അപ്പം സാധാരണ ഒരമ്മയ്ക്ക് മാത്രമേ സ്വയസിദ്ധമായ സമഭാവന ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ സ്ഥാനം പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെയും പുരുഷനെയും ലിംഗഭേദമില്ലാതെ തുല്യഭാവത്തോടെ സ്നേഹിക്കാനും കിട്ടാനും സാധിച്ചത്. ഒരമ്മയ്ക്ക് മാത്രമേ, ഒരമ്മയാണ് ശക്തിസ്വരൂപിണിയാണ് അമ്മ. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മറ്റെന്തെല്ലാം കാര്യങ്ങളും ആ ശക്തി ലോകത്തെ പരിവർത്തനം ചെയ്യുമെന്നുള്ളതാണ് സത്യം. നിഷ്കളങ്കമായ പ്രേമം കൊണ്ടും ശിക്ഷണം കൊണ്ടും വാത്സല്യപൂർവമായ ആ ശിക്ഷണം കൊണ്ടും സ്നേഹം കൊണ്ടും പരിപാലിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞും ലോകത്തിലുണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീ ഉണർന്ന് പ്രവർത്തിക്കണം. രാജ്യത്തിൻ്റെ ധർമ്മത്തെയും സത്യത്തെയും ധർമ്മത്തിനെയും പാലിക്കാനുള്ള കൊണ്ടുപോകാനുള്ളതാണ്. മാതൃഹൃദയത്തിന് മാത്രമേ ലോകത്തിനും ജീവരാശിക്കും ഒരു പുനർജന്മം നൽകാൻ കഴിയുള്ളൂ. ലോകത്തിൽ മിക്ക സംസ്കാരങ്ങളിലും പുരുഷനെയാണ് ഈശ്വരനായിട്ട് കാണുന്നത്. ഭാരതത്തിൽ മാതാവിനാണ് ഈശ്വരനായിട്ട് കാണുന്ന, മാതാവിനാണ് സങ്കല്പപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിൽ ഈശ്വരനെ മാതാവായിട്ടും കാണും. കാരണം മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിദേവോഭവ എന്നാണല്ലോ വേദവാക്യം. എന്താണ് വേദവാക്യം? ഏറ്റവും ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്ന അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഭാരതത്തിൽ മാതാവിനുള്ള സ്ഥാനം മറ്റു മിക്ക സംസ്കാരങ്ങളിലും ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവയെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മളിലേക്ക് ഉണരുകയാണ് വേണ്ടത്. ലോകത്തിൽ ഈശ്വരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്ക് അപ്പുറമാണ് ഈശ്വരൻ. എന്നാൽ ഏതെങ്കിലും ഒരു ഈശ്വര സങ്കല്പം കൊടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് തോന്നുന്നു പുരുഷനേക്കാളും അനുയോജ്യമായ സ്ത്രീക്കാര്യം. ക്ഷമിക്കണം എല്ലാവരും. കാരണം സ്ത്രീക്കാര്യം, കാരണം സ്ത്രീയും പുരുഷനെയും
ഒരേപോലെ പ്രസവിച്ച് വളർത്തിയ സ്ത്രീയാണ്. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. കാരണം പിടിച്ച് പുറകോട്ട് പോകുന്നതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് ആയിരിക്കും. അപ്പോൾ ഭാരതത്തിലും ലോകത്തിലും സ്ത്രീശക്തി ഉണരണം. സ്ത്രീശക്തി ഉയർന്നെഴുന്നേൽക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളിൽ ഒന്നാണ് അതെന്ന് പറയും. പുരുഷന് മാത്രം മുന്നേറാൻ കഴിയുന്ന ഒരു വൻവയാകാതെ സമൂഹം സ്ത്രീയും പുരുഷനും ഒന്നിച്ച് മുന്നേറാൻ അനുവദിക്കുന്ന ഒരു ഹൈവേ ആകണമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ സ്ത്രീ പുരുഷൻ സമത്വത്തിൻ്റെയും സഹകരണത്തിലും ഉറച്ചുനിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ, തോളോട് ചേർന്ന് മുന്നോട്ട് പോകണം. ഇപ്പോൾ കർമ്മയോഗിനിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട്. അവരുടെ സ്ത്രീകൾക്കുള്ള ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കൊടുത്ത് വനിതാ സഹായ സംഘങ്ങൾ വളരെ അവർ പ്രചോദിപ്പിക്കുന്നുള്ള അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അമ്മ കർമ്മയോഗി എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ലാതെ ഭാവിപ്പറ്റി ആശങ്കപ്പെടാതെ സമർപ്പണ ബുദ്ധിയോടെ പ്രയത്നിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം രാജ്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി ആ സമർപ്പണ ബുദ്ധിയോടെ പ്രയത്നിച്ചാൽ സേവനം ചെയ്താൽ ഒരു മഹായജ്ഞമാണ്. ആ സേവനത്തെക്കാൾ സംതൃപ്തി വരുന്ന മറ്റൊന്നുമില്ല. ഒരു മഴവിന് ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ. അത്രയും സമയം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലുള്ള സമർപ്പണ ബുദ്ധിയും നിശ്ചയദാർഢ്യവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. എവിടെ പ്രയത്നമുണ്ട് അവിടെ പരമായ മഹാശക്തി തുണയായി എത്തും. നമ്മൾ പരാസക്തി കത്തേണ്ട മെഴുകുതിരിയല്ല, സ്വയം ജ്വലിക്കേണ്ട സൂര്യനാണ്. നമ്മൾ പൂച്ചക്കുട്ടികളെ പോലെ ഞാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, സിംഹക്കുട്ടിയാണ്. നമ്മൾ ബാറ്ററിയല്ല, കരഞ്ഞുള്ള കണക്ഷൻ ഉള്ളതാണ്. അവിടുത്തെ ശക്തി തന്നെയാണ് നമ്മളിലും എല്ലാവരിലും പ്രവൃത്തി, അതേ ശക്തി തന്നെയാണ്. അത് മനസ്സിലാക്കി നമ്മളിലേക്ക് ഉണരണമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ സംസ്കാരത്തിന് കൾച്ചറെന്ന് പറയും. സംസ്കാരത്തിന് നമ്മൾ കൾച്ചറെന്ന് പറയും. നമ്മൾ രക്തം കമ്പം മുതലായ അതിൻ്റെ സാമ്പിളെടുത്ത് നമ്മൾ ലാബ് കൾച്ചർ ചെയ്യാൻ കൊടുക്കാറുണ്ട്. എന്താണ് കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സാമ്പിളിലെ കോശങ്ങളിൽ ചില ബാക്ടീരിയ വളരത്തക്കാണ് അന്തരീക്ഷം ലാബിൽ സൃഷ്ടിക്കും. അതുപോലെ സംസ്കാരമല്ല, കൾച്ചർ ഒരു ആന്തരിക വളർച്ചയാണ്. അത് ആദ്യം സംഭവിക്കണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം വീട്ടിൽ നിന്ന് തുടങ്ങണം, പിന്നെ സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സെട്ടിട്ടാവാനല്ല, ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം. ജീവിക്കാൻ വയറ്റിപ്പഴുന്ന നമ്മൾ പഠിത്തം ആവശ്യമാണ്. ജീവിതത്തിനുള്ള ലോകത്തിൻ്റെയും വസ്തുവിൻ്റെയും മനസ്സിൻ്റെ വികാരങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം യന്ത്രങ്ങളുടെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ സൃഷ്ടിക്കുകയല്ല. വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണമായിട്ട് വേണ്ട സംസ്കാരമാണ്. പക്ഷെ അത് നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അമ്മ എന്നെ വളർത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, രാവിലെ സാധാരണ നേരത്തെ വിടവെന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും എന്നോട് പറഞ്ഞ നദി ദേവിയാണ്, അതിൽ മൂത്രം ഒഴിക്കരുത്, തുപ്പരുത്. കേൾക്കുമ്പം പ്രാകൃതമായിട്ട് തോന്നും. പക്ഷേ നദി ഇറങ്ങുമ്പോൾ എനിക്ക് കുളിര് വരുമ്പോൾ മൂത്രം വരും. പക്ഷെ ഞാൻ ബലം പ്രയോഗിക്കാൻ എന്നെ കൺട്രോൾ വരും. ചെറുപ്പത്തിൽ ഉപദേശിച്ചുകൊണ്ട് ബലം പ്രയോഗിക്കാൻ എന്നെ കൺട്രോൾ കിട്ടി. അതുകൊണ്ട് നദിക്കല്ല ഗുണം, പിന്നെയും കുളിക്കാമ്പോൾ നമുക്കാണ് ഗുണം. അതിൽ കുറേ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ കൊടുക്കുന്നതാണ് തിരിച്ച് കിട്ടുന്നതെന്നും, രണ്ടാമത് മൂല്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ അമ്മ മനസ്സിലാക്കി തന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ വികാരങ്ങളോ മറ്റുള്ള നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മൂല്യം ഇതാണ്. അമ്മ ഉപദേശിച്ച് ചെറുപ്പത്തിൽ തന്ന 90% ചെറുപ്പത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത്. തന്നതുകൊണ്ടാണ് അതിൽ നിന്ന് അവിടെ നിന്ന് അതിജീവിക്കാൻ സാധിച്ചത്. ഇപ്പം ഇങ്ങനെയുള്ള ഫോണൊക്കെ കാണുമ്പോൾ ഏതൊരവസ്ഥയായി പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. കുടിച്ച ഒരു കുരങ്ങിനെ അദ്ദേഹത്തിന് കാലെ തേലും കൊളുത്തി തലയിൽ തേങ്ങ വേണം എങ്ങനെയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ മൂല്യങ്ങളില്ലാത്തതുകൊണ്ട് സിമെൻറ്റിലാ കെട്ടുന്ന ഗോപുരം പോലായി. നമ്മളെല്ലാം വളർത്തിയതെല്ലാം മൂല്യമില്ല വളർത്തുകൊണ്ട് പേപ്പർ വെക്ക് ശീലിച്ച പോലായി. ഒരു ചെറിയ വാക്കിന് പോലും നിയന്ത്രിക്കാൻ ശക്തിയില്ലാണ്ടായി നമുക്ക്. നമ്മളെല്ലാം വളർത്തിയത് ഭാരം പൊക്കിയാണ്. അതുകൊണ്ട് വരുന്ന സാഹചര്യത്തിൽ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ മൂല്യം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിന് അമ്മ കൊടുക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ശബരിമല പൂക്കാൻ അന്നദാനമുണ്ട്, കുറച്ച് ഇലകൾ പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു വൃക്ഷത്തിന് ശാഖ ഒടിഞ്ഞ് കിടക്കുകയായിരുന്നു. അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അമ്മ പറഞ്ഞു 50 ഇലയ്ക്ക് നീ 500 ഇല എടുത്തു. നമ്മൾ അവിടെ കൊണ്ട് അടിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. കാരണം അമ്മ പറഞ്ഞ ശരിയായിട്ടാണ് തോന്നി. അമ്മ ഒടിഞ്ഞ് കിടന്നാന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കി ആവശ്യത്തിനെ എടുക്കാവുള്ളൂ, ആഗ്രഹം അനുസരിച്ച് പോകാൻ പാടില്ല.
ഇപ്പം 5000 രൂപയുടെ വാച്ചിട്ടാലും സമയം അറിയും, 5 ലക്ഷം രൂപയുടെ വാച്ചിട്ടാലും അപ്പം നമ്മൾ ആവശ്യത്തിനെടുത്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതുമാത്രമേ ഇലയുടെ ആയുസ് അത്ര നിൽക്കാൻ പറ്റും, അത്രയും നമുക്ക് ഓക്സിജൻ കിട്ടും എന്നുള്ള അതിനുശേഷം ഒരു ഇല പോലും നുള്ളാൻ തോന്നാറില്ല. അങ്ങനെയാണ് ചെറുപ്പത്തെ മുടി നമ്മൾ ഈരിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യെ ചുറ്റിയിട്ട് ഇത് വേസ്റ്റ് കൊണ്ടിടണ്ട, തുറന്നിടണമെന്ന് പറയും. അപ്പോൾ തുറന്നിടണമെന്ന് ഇതുമാത്രം തുറന്നിടാൻ പറയുന്നത് എന്താണ്? എൻ്റെ കണ്ണുനീര് തന്നെ കണ്ടു. ഒരിക്കലും ഒരു പക്ഷിയുടെ കാലിൽ ഈ മുടി ചുറ്റി, പക്ഷി പറക്കാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ നടക്കാൻ ശ്രമിക്കുന്നു, ഓടാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയും വന്ന് ഒരു പൂച്ച വീട്ടിൽ ഇത് ഓടാൻ ശ്രമം പറ്റിയില്ല. പെട്ടെന്ന് പൂച്ച പക്ഷിയെ കടിച്ചു. അപ്പോൾ എന്താ പറ്റിയത്? നിസ്സാരമായി മുടി ഒരു ജീവൻ നശിപ്പിക്കുന്നു. അതൊരു അമ്മയിൽ നിന്ന് കിട്ടുന്ന പുസ്തകത്തിൽ നിന്ന് പറ്റുന്ന കിട്ടുകയില്ല എന്നുള്ളതാണ്. ആ ഓരോ രീതികൾ അങ്ങനെ അനേകായിരം സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ആശുപത്രിയിൽ അമ്മ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് എഴുത്തിനിരുത്തുന്ന, ചോറ് കൊടുക്കുന്നു. അതിൽ നേരത്തെയുള്ള കുട്ടികളിൽ അത്ര ഉണ്ടല്ലോ. ഈ അടുത്തുള്ള കുട്ടികളിൽ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും, ആയമാരെയും കൊണ്ടുവരും. അപ്പോൾ കുഞ്ഞിനെ എഴുത്തിരുത്താൻ നേരത്ത് ആയമാരുടെ അടുത്ത് കുഞ്ഞുങ്ങൾ വരുന്നില്ല. ആയമാരുടെ അടുത്താണ് ഇരിക്കുന്നത്, അമ്മമാരുടെ അടുത്ത് ഒന്നില്ല. അമ്മമാരാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടത്. ആയടുത്തേ ഇരിക്കുള്ളൂ, അറിയുക. അവസാനം ആയയുടെ വെച്ച് തന്നെ എനിക്ക് എഴുതിക്കേണ്ടി വന്നു. അപ്പോൾ അമ്മയെന്നുള്ള സങ്കല്പങ്ങൾ ഇപ്പം മറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ആ ഒരു രീതി എല്ലാവരും ഒന്ന് ഓർത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകണം, പക്ഷേ കുറച്ച് നേരം കുഞ്ഞുങ്ങളോട് മുകളിൽ നമ്മൾ ആ സംസ്കാരങ്ങൾ ആചരിച്ചൊന്ന് കാണിക്കണം. പിന്നെ അതുപോലെ ഗീതാ ക്ലാസ് വെച്ച സമയത്ത് കുഞ്ഞുങ്ങളുടെ അപ്പോൾ ഒരു കുഞ്ഞിന് ഫിക്സ് വന്നു. അപ്പോൾ കുഞ്ഞിന് തള്ളയെ വിളിക്കാൻ അമ്മയെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോൾ അമ്മയെ ഇപ്പോൾ വിളിക്കേണ്ട 2.5 മണിക്കൂർ നേരത്തേക്ക് അമ്മ ഫോണിൻ്റെ അടുത്തായിരിക്കും. ഫോൺ ഓഫ് വെച്ചിട്ട് സീരിയൽ കാണണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിനും കുറച്ചൊരു മാതൃകയാകാൻ നമ്മൾ ശ്രമിക്കണം. മൂല്യങ്ങൾ അമ്മമാരാണ് കാണിച്ചു കൊടുക്കേണ്ടത്, പ്രവർത്തിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മുടെ കൈ എപ്പോഴായാലും അത് നമ്മുടെ ബോധം വരുമെന്നുള്ളതാണ് ആ ഒരു ശീലം. അപ്പം അതുകൊണ്ട് അമ്മമാർ അതുപോലെ തന്നെ ചില അമ്മമാർ വന്ന് പറയും, എന്നോട് വന്ന് പറയും, അമ്മ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിയാണ്, അവനോടൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ആശ്രമത്തിൽ പോകാൻ ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചാൽ അവൻ ചോദിക്കാം, ഈശ്വരൻ എല്ലായിടവും ഇല്ലേ? ആ ഉണ്ട് മോനെ. ഈ മുറിക്കകത്ത് ഈ വീട്ടിനകത്തില്ലേ? ഉണ്ട് മോനെ. ഈ മുറിയിലില്ലേ? ഉണ്ട് മോനെ. ഈ കട്ടിലില്ലേ? ഉണ്ട് മോനെ. ഈ മെത്തടടിയിലില്ലേ? ഉണ്ട് മോനെ. അപ്പോഴേ അമ്മ ഞാൻ ഈശ്വരനെ കെട്ടിപ്പിടിച്ച് മൊത്തേ മൂടി കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് വന്ന് പറയുകയാണ്, മോള് ഇങ്ങനെ അവൻ പറയും, ഞാൻ എന്ത് പറയും? അവൻ ഭയങ്കര ബുദ്ധിയാണ്. എന്ത് ഇന്നത്തെ കുട്ടികളെ. ശരിയാണ്. അമ്മ ചോദിച്ചു, മോളെ പശുവിൻ്റെ പാലെവിടെയുള്ളത്? പശുവിൻ്റെ ശരീരം മൊത്തമില്ലേ? പാല് പിടിച്ചാൽ പാല് കിട്ടുമോ? മലയിൽ പിടിച്ചാലല്ലേ പാല് കിട്ടുള്ളൂ. അങ്ങനെ കുഞ്ഞിനും ചോദിക്കാമായിരുന്നല്ലോ. എല്ലായിടും ഈശ്വരനുണ്ടെങ്കിലും ഒരു ഫാണ്ടും കാറ്റെല്ലായിടും ഉണ്ടെങ്കിലും ഫാണ്ട് മുമ്പിലോ ഒരു പക്ഷെ ചുവട്ടിരുന്നാൽ കിട്ടുന്ന പോലെ കിട്ടത്തില്ലല്ലോ. അതും കുഞ്ഞിന് ചോദിക്കാമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർക്ക് അത് തിരിച്ചു പറയാനുള്ള ആ ജ്ഞാനമില്ല. ആ ഒരു സംസ്കാരം നമ്മളിന്ന് മറിഞ്ഞുകൊണ്ട് വരികയാണ്. ആ ഒരു ജ്ഞാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചിങ്ങനെയും പറയണം, ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാനുള്ള അമ്മമാർ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ മുറിയിൽ കുഞ്ഞുങ്ങൾ ആശ്രമം താമസിക്കുന്ന കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ 50 കുട്ടികൾക്കൊക്കെ 5 വയസ്സുള്ള 4 വയസ്സുള്ള 3 വയസ്സുള്ള 1 വയസ്സുള്ള കുട്ടികളായിരിക്കും. ചമ്മന്തിയും ചോറും വിളമ്പി കൊടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ 4 വയസ്സുള്ള കുട്ടികൾ 5 വയസ്സുള്ള കുട്ടികളും ഈ 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികളെ എടുത്ത് മടിയിൽ വെച്ച് അവരുടെ വായ വെച്ച് ചോറ് കൊടുത്ത് അവരുടെ വാ കഴുകി കൊടുത്ത ശേഷം ഇവർ കഴിക്കുള്ളൂ. ഇതെവിടെ നിന്ന് കിട്ടി? അമ്മയിൽ നിന്ന് കിട്ടി. അമ്മയിൽ നിന്ന് കിട്ടിയാണ് ആ കുഞ്ഞ് കാണിച്ചത്. അപ്പോൾ അമ്മമാർ ആചരിച്ച് അത് കാണിക്കണമെന്നുള്ളതാണ്. അച്ഛൻ ഒരിക്കൽ മോനോട് മോൻ പറഞ്ഞ്, ഞാൻ നൈറ്റ് ക്ലബ്ബിൽ പോവുകയാണ്, പോകരുതേ. അതിലെന്താ? അണ്ണാത്ത കാണ്ടി വരും. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞാൽ, അച്ഛാ ഞാൻ നൈറ്റ് ക്ലബ്ബിൽ പോയി. എന്തിനു പോയടാ? അച്ഛൻ പറഞ്ഞ കാണാത്ത കണ്ടു വരുമെന്ന്. എന്ത് കണ്ടടാ എന്ന് ചോദിച്ചു. അത് അച്ഛനെ കണ്ട്. അതുപോലെ ഉപദേശിച്ചാൽ മാത്രം പോലെ നമ്മൾ മാതൃകയാകുകയും അങ്ങനെ ശ്രമിക്കണമെന്നുള്ളതാണ്. അമ്മ തന്നെ ഇപ്പം കർമ്മയോഗിനിയായ മക്കൾ വളരെ പ്രയത്നിക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാലും അമ്മ പറയുന്നത് ഒരു മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയാൽ അവരുടെ ജീവിത ദുഃഖങ്ങൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റും. കാരണം ഒരു നേരത്തെ പ്രഷറിൻ്റെ ഗുളിക കഴിക്കാനില്ലാത്തതുകൊണ്ട് സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരുണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട്. അവരുടെ ജീവിതം കേട്ട് മറ്റുള്ളവരിൽ നിന്ന് സഹായിക്കാനും നമുക്ക് പറ്റും. ഈ സംസ്കാരത്തെയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒക്കെ
സംസ്കാരം കുഞ്ഞുങ്ങൾക്ക് അറിയുന്നില്ല, നമ്മളുടെ അപ്പന്മാർക്കും. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി രണ്ടും ജോലിക്ക് പോകുന്നുണ്ട്. അത് ചെയ്യുന്ന അമ്മ ഒരു അമൃതശ്രീ തുടങ്ങാൻ കാരണം 2.5 ലക്ഷം സ്ത്രീകൾക്ക് അമൃതശ്രീ ഉണ്ട്. അങ്ങനെ പല ചടങ്ങിലും ഒരെണ്ണം അമ്മ പറയാം. ഒരു മോള് പറയണം, അമ്മ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി, എന്നെ കല്യാണം കഴിച്ചയച്ചു, പക്ഷെ അദ്ദേഹം ദുബായിലായിരുന്നു ജോലി. ആരോ എന്നെപ്പറ്റി പറഞ്ഞു കേട്ട് അദ്ദേഹം എന്നെ ബന്ധം ഒഴിഞ്ഞു. ഈ 3 മക്കളുണ്ട്, അവരെ ഞാൻ പോറ്റ് വളർത്താൻ എനിക്ക് പഠിപ്പില്ല, അടുത്ത വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് വളർത്തിയത്. വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ അവരെന്നെ ചീത്തയായിട്ട് ഉപയോഗിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു വീട്ടിൽ പോയി. അങ്ങനെ പല വീടിൽ നിന്നും പല അനുഭവമുണ്ട്. അങ്ങനെ വേശ്യത്തെരുവിൽ എന്നെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ 2 ആഴ്ച ഞാൻ വേശ്യവൃത്തി ചെയ്യും, ആ പൈസ കൊണ്ട് 2 ആഴ്ച കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ എൻ്റെ അമ്മയും മരിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു. ഇപ്പോൾ എനിക്ക് ഈ ജോലിക്ക് പോകാൻ വയ്യ, ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലാണ്. അപ്പോൾ ഇനി മരണം മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. പണ്ട് ഇത് 35 വർഷം മുമ്പേ ഉള്ളതാണ് തുടങ്ങിയത്. മരണം മാത്രമേ, അന്നൊന്നും പെണ്ണുങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സഹായങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം അന്നാണ് അമ്മ കുട്ടികൾക്ക് മറ്റ് പ്രായമുള്ളവർക്ക് വേണ്ടി എന്തിനും സഹായം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ത്രീകൾ ഉദ്ധരിക്കണമെന്ന് വെച്ചിട്ട് അമ്മ അവർക്ക് പ്ലംബിങ്ങും മറ്റുള്ളതും ഒരു 30,000 രൂപ അവർക്കൊരു വർഷം ഇട്ട് കൊടുക്കും, ഒരു ജോഡി ഡ്രസ്സും. അവർ ബാങ്കിലിട്ടിട്ട് അതെടുത്ത് പിന്നെ പല പല പ്രോഗ്രാം പഠിപ്പിച്ച് കൊടുത്തു. ഇന്ന് ആ ഓരോ ഗ്രൂപ്പിനും 20 പേരെ വെച്ചാണ് ഒരു ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനും ചിലർക്ക് 1 കോടി രൂപയൊക്കെ മിച്ചമുണ്ട്. അവർ മറ്റുള്ളവർ കല്യാണം കഴിച്ച് കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, ചികിത്സയ്ക്ക് കൊടുക്കുന്നു, അങ്ങനെ പല രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഈ സംസ്കാരവും അതിനോടൊത്ത് നമ്മൾ അവരുടെ 2 എണ്ണം. അതുകൊണ്ട് അമ്മ പറയുന്നു, കൂടുതൽ സമയം എടുക്കുന്നില്ല, മോൻ തമിഴ് പറയും, വിശദീകരിക്കാൻ കൂടുതൽ മോൻ വിശദീകരിച്ച് പറയും. നമഃശിവായ.